നമസ്കാരം. പാകിസ്ഥാൻ വ്യോമസേന അവരുടെ ശക്തി ലോകത്തെ അറിയിക്കാൻ ഇന്ന് എക്സിൽ ഒരു പോസ്റ്റ് ദേശീയ പരമാധികാരത്തിനും പ്രതിരോധ മികവിനും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പാകിസ്ഥാൻ വ്യോമസേന ആവർത്തിച്ച് ഉറപ്പിച്ചു എന്ന തലക്കെട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ അവർ എഡിറ്റ് ചെയ്തിട്ട വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ കൈവശം ഇല്ലാത്ത ആയുധങ്ങളാണ് കൂടുതലുള്ളത്. മാത്രമല്ല, റഷ്യൻ നിർമ്മിത S-400 വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ദൃശ്യം വരെ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. S-400 വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ വ്യോമസേനയ്ക്കില്ല, പക്ഷേ ഇന്ത്യയുടെ കൈവശമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ കൈവശമുള്ള ആയുധവും തങ്ങളുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തി പരിഹാസം കേൾക്കുകയാണ് പാകിസ്ഥാൻ വ്യോമസേന. അതുമാത്രമല്ല, എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ലോഞ്ച് സംവിധാനത്തിന്റെ ദൃശ്യവും വീഡിയോയിൽ ഉൾപ്പെടുത്തി ട്രോൾ ഇരന്നു വാങ്ങുകയാണ് പാകിസ്ഥാൻ വ്യോമസേന. ഏറെ രസകരം, കമന്റ് ബോക്സ് ട്രോളുകൾ കൊണ്ട് നിറയും എന്നത് കണക്ക് കൂട്ടിയാവണം ഒരു യുദ്ധത്തെ നേരിടാൻ ധൈര്യം വിളിച്ചറിയിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേന എക്സിലെ തങ്ങളുടെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഇതുപോലെ 2019 പാകിസ്ഥാനിലെ ജനങ്ങളോട് നന്നായി ഉറങ്ങൂ, കാരണം പാകിസ്ഥാൻ വ്യോമസേന ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എക്സിൽ പോസ്റ്റ് ഇട്ട് വീമ്പിളക്കിയതാണ് പാകിസ്ഥാൻ വ്യോമസേന. അന്ന് രാത്രിയാണ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന് ഉള്ളിൽ കയറി വ്യോമാക്രമണം നടത്തിയത്. ഏതായാലും ഒരു പോസ്റ്റ് എക്സിലിട്ട് ലോകത്തിന് മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.